നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയം ഉതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കീ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. இன்னைக்கு நம்ம கூட கொஞ்சம் பிரம்மச்சாரிகள் சன்னியாசிகள் எல்லாம் நம்ம യാത്രയിൽ കൂടെ இருக்க போறாங்க. ചില ബ്രഹ്മചാരിമാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഈ യാത്രയുടെ പ്രധാന സ്ഥലം ഏതാണ്? இப்ப இந்த ட்ரிப்ல முக்கியமான இடம் எது? முக்திநாத் இல்லையா? அப்ப எங்க போறோம்? മോക്ഷത്തേക്ക് പോകണം അല്ലേ? എത്ര പേര് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്? அப்போ மோட்சத்துக்கு போறதுனால இந்த மாதிரி பிரம்மச்சாரிகள்லாம் நம்ம கூட இருக்கணும். വേണുമാ വേണ്ടാമാ? ഇവരൊക്കെ ഇരുന്നാൽ നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഒന്ന് കുറയും അല്ലേ? സോ നമ്മ കൂടെ வந்து ശ്രീനിവാസ് ഹരിപ്രഭു കോയമ്പത്തൂരിലാണ്. സന്യാസത്തിന്റെ മാർഗത്തിലാണ്. വളരെ 30 വർഷമായിട്ട് ബ്രഹ്മചര്യ തപസ്യൊക്കെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ഭഗവത്താമൃത പ്രഭു അദ്ദേഹമുണ്ട്. ജഗന്നാഥ് സ്വാമിയുടെ പൂജാരിയാണ്. അതായത് நான் ஸ்கூல்ல படிச்சுக்கிட்டு இருக்கும் போதே ஒரு பூஜாரி. I'm talking about 30 years back. நான் ஸ்கூல்ல പഠിച്ചുകൊണ്ടിരുന്ന കാലത്തിലെ അദ്ദേഹം ജഗന്നാഥ് സ്വാമിയുടെ പൂജാരി. പിന്നെ നമ്മുടെ കൂടെ ഒരു പണ്ഡിതനുണ്ട്. ഭഗവത്ഗീത, ഭാഗവതം ഇതുപോലെ ഗ്രന്ഥങ്ങളിലൊക്കെ ഭക്തിശാസ്ത്രി, ഭക്തി വൈഭവ്, அப்புறம் பக்தி வேதாந்தா அதெல்லாம் டிகிரி இருக்கு. எதுல? നമ്മള് ഭഗവത്ഗീത എല്ലാം മേടിച്ച് പൂജാമുറിയിൽ അങ്ങനെ തുറക്കാതെ இல்லையா? அதெல்லாம் அந்த மாதிரி அவர் பெரிய பண்டிதர். அவர் வந்து டீச்சர் கூட. பகவத்கீதா, பாகவதம் அவங்கெல்லாம் நம்ம கூட இருக்காங்க. ஒரு பெரிய விஷயம், அது ஒரு பாக்கியம். എല്ലാവരും ഒരു തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി നമ്മുടെ നന്ദിയും പ്രാർത്ഥനകളും സമർപ്പിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ
எவ்வளோ பேர் இதுக்கு முன்பே நேபாள் வந்துட்டு? ஓ, எல்லாம் வந்துட்டு. ஓகே, ஒன்லி காட்மாண்டு போக்குறா. அப்புறம் என்னாச்சு? ஓகே, ஸோ ஏறக்குறைய எல்லாருமே ஃபர்ஸ்ட் டைம். வெல்கம் டு ஹிமாலயாஸ். ஹிமாலய இந்த எல்லாருக்கும் ஸ்வாகதம். നേപ്പാൾ വന്നിട്ട് ഇന്ത്യയുടെ കൂടെ പെട്ടാണ്. ടിബറ്റ് വന്നിട്ട് ചൈനയുടെ കൂടെ പെട്ടാണ്. இக்கனாமிக்கலி நேபாள் வந்து இந்தியா கூட பெக்ட் அப்படின்னு சொல்லுவாங்க. பெக்ட் அப்படின்னா இந்தியா வளரும் போது நேபாளும் வளரும், இந்தியா താഴ പോകുമ്പോൾ നേപ്പാളും. നേപ്പാളിന്റെ ഒരു സംരക്ഷണം ഇന്ത്യ ഏറ്റെടുത്തു. ടിബറ്റോட செக்யூரிட்டி யார் எடுத்தாங்க? ചൈന. அப்படி கொஞ்சம் ஒரு டிவிஷன். സോ ഇത് ഇന്ത്യയുടെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഭാഗമാണ്. ഹിമാലയൻ പർവ്വതങ്ങളുടെ ഇനിയൊരു വശത്താണ് നമ്മൾ. അത്രയേ ഉള്ളൂ. എவ்வளோ பேர் பத்ரிநாத், கேதார்நாத் எல்லாம் போயிருக்கீங்க? Badrinath, okay, more than 50%. So ಇದು almost same ആണ്. So ഭൗതിക ലോകത്തില് എല്ലാ ദിവ്യസ്ഥലങ്ങളുടെയും അധിപതി മഹാദേവൻ, லார்ட் சிவா. சிவபெருமான் தான் எல்லா புனித தலங்களுக்கும் அதிபதி. அப்புறம் பகவான் கிருஷ்ணர் நாராயணர் வந்து மெதுவா துடிக்குவார், കുറച്ചങ്ങനെ അപഹരിച്ചെടുക്കും. ആരുടെ കയ്യിൽ നിന്ന്? മഹാദേവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും. കേരളത്തില് ഗുരുവായൂരുടെ അധിപതി ആര്? മമ്മിയൂർ ശിവ. അപ്പുറം ഗുരുവായൂരപ്പൻ നടുക്ക് വന്നിട്ട് പതുക്കെ സ്ഥലം കയറി. ഉടുപ്പി, എത്ര പേര് ഉടുപ്പി പോയിട്ടുണ്ട്? ഓക്കെ, ഉടുപ്പി അധിപതി ആരാണ്? ചന്ദ്രമൗലീശ്വര സ്വാമി, லார்ட் சிவா. அனந்தேஸ்வர மகாதேவ், சிவபெருமான் தான் உடுப்பிக்கு அதிபதி. அப்புறம் கிருஷ்ணா வந்து மெதுவா அதை பிடிச்செடுத்துட்டார். பத்ரிநாத்தின் ஒரிஜினல் அதிபதி யாராണ്? அகைன் லார்ட் சிவா. பின்ன பகவான் வந்து பிடிச்செடுத்து. எல்லா புனித தலங்களுக்கும் சிவபெருமான் தான் அதிபதி. ஆனா அப்புறம் கடைசியில மெதுவா பகவான் வந்து பிடிச்செடுத்துறார். ஹரே கிருஷ்ணகாரங்க மாதிரி சிவபெருமான் தான் அதிபதி. சிவபெருமானுக்கு എത്ര തലയാണ്? എത്ര ശിരസാണ്? ശിവൻ മഹാദേവൻ എത്ര തലയാ? ബ്രഹ്മ ബോലെ ചാതുർമുഖേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ മഹാദേവ പഞ്ചമുഖേ രാമ രാമ ഹരേ ഹരേ. മഹാദേവൻ ഒറിജിനലി சிவபெருமானுக்கு உருவத்தோட நீங்க மட்டும்தான் பார்க்க முடியும். നമ്മള് 12 ജ്യോതിർലിംഗങ്ങൾ പലതും കവർ ചെയ്തിട്ടില്ലേ അല്ലേ? ഒരുപാട് ജ്യോതിർലിംഗം നമ്മൾ എല്ലാരും പോയിരിக்கிறோம். ஆனா எங்கேயாவது சிவலிங்கம் உருவத்தோட பார்த்திருக்கீங்களா? എവിടെയെങ്കിലും ശിവൻ രൂപം മുഖമൊക്കെ ഉള്ള? ഇവിടെ മാത്രം പശുപതിനാഥിൽ മാത്രമാണ് ശിവലിംഗം. പക്ഷെ മേലെ 5 തല ഉണ്ടാവും. ഇവിടെ മാത്രമേ ഒരു അത്ഭുതകരമായ ദർശനമുള്ളൂ. ഇങ്ങ മട്ടുംതാ ഇருக்கு. ഇവിടെ பாண்டவர் வந்துட்டு வெகுகாலம் இங்க வந்து தவம் செய்து கொண்டிருந்தார்கள். யாரு? பாண்டவர் வந்துட்டு. ഇത് ഭാഗവതത്തിലും മഹാഭാരതത്തിലും അതിമനോഹരമായ ഒരു കഥയാണ്. മഹാദേവനും പാർവതിക്കുമുള്ള വിവാഹം, சிவபெருமானுக்கும் பார்வதிக்கும் திருமணம். அது ஒரு அழகான ஒரு கதை. நான் 1-2 தடவை சொல்லியிருக்கேன். பார்வதி മഹാദേവനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ജന്മം തപസ് ചെയ്തു.
ஒரு ஜென்மம் கிடையாது, அநேகம் அநேகம் ஜென்மம் தவம் செய்தார்கள். ஆദ്യം സതിயாக பிறந்தார்கள். மகாதேவனே விவாகம் കഴിച്ചു, திருமணம் நடந்தது. ஆனா ஒன்னா வாழ்ந்தார்களா? ജീവിച്ചില്ല. പിന്നെ രണ്ടാമത്തത് ഭുവനേശ്വരിയായി വന്നു. പാർവതി തന്നെ സെക്കൻഡ് ആരായിട്ട്? ഭുവനേശ്വരി. ഭുവനേശ്വരിயாக வந்த பொழுதும் சிவபெருமான் கூட வாழ முடியல. ஆദ്യം சதியாய் வന്നു. பாகவதத்தில் ആ கதை எல்லாருக்கும் தெரியும் தானே? அந்த திருவிளையாடல் கதையெல்லாம் ஞாபகம் இருக்கா? தக்ஷயாகம். சிவபெருமான் கூட வாழ முடியல. ரெண்டாவது புவனேஸ்வரியாகும் ஆறு பார்வதி. அப்போ ஒரு நாளைக்கு பார்த்தா சிவபெருமான் மகாதேவன் വളരെ ധ്യാന നിമഗ്നനായി രാമാ 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 എന്ന് രുദ്രാക്ഷം കൊണ്ട് ജപിക്കുക. ருத்ராட்சம் வச்சு ஜபம் பண்ணிக்கிட்டு இருக்காங்க. ருத்ராட்சம் இஸ் நத்திங் பட் த டியர்ஸ் ஆஃப் லார்ட் சிவா. சிவபெருமானுடைய கண்ணீர் தான் என்னது? ருத்ராட்சம். ஸ்ரீகிருஷ்ண பகவான் பக்திபாவத்தின் ரூபம் கொடுத்ததான துளசி. பகவான் பக்திபாவத்துக்கு உருவம் கொடுத்தது துளசி. சிவபெருமானுடைய கண்ணீர் ருத்ராட்சம். அப்ப சிவபெருமான் ராம 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 ராமான்னு ஜபம் பண்ணிட்டு இருக்கிறாரு. புவனேஸ்வரி சிரிக்கிறாங்க. ചിരിച്ചോണ്ട് ചോദിച്ചു, ലോകമേ അങ്ങയുടെ നാമം ജപിക്കുന്നു, അങ്ങ് രാമന്റെ നാമം ജപിക്കുക. എന്ത് കൺഫ്യൂഷനാണ് അല്ലേ? எல்லாரும் உங்க நாமத்தை ஜபம் பண்ண நீங்க என்ன ராமராமான்னு சொல்லிட்டு இருக்கீங்க. அப்ப சிவபெருமான் என்ன பண்ணாரு? 1000 தலை இருக்கிற மாதிரி ராமரை பற்றி புகழ்ந்தார். ശ്രീരാമചന്ദ്രമൂർത്തിയെ സ്തുതിക്കാൻ തുടങ്ങി. ആര് സ്തുതിച്ചു? മഹാദേവൻ സ്തുതിച്ചു. പറഞ്ഞു, പാർവതി ഭുവനേശ്വരി, കാശിയിൽ ഓരോരുത്തർ വന്ന് ശരീരം പിടിയുമ്പോ காசியில யாரெல்லாம் உடலை விடுகிறார்களோ அவங்க வலது காதுல போய் நான் ராமா ராமா ராமான்னு 3 தடவை ஜபம் பண்ணுவேன். അപ്പൊ കാശിയിൽ മരിക്കുന്നവർക്കെല്ലാം എവിടെ പോവാൻ പറ്റും? വൈകുണ്ഠത്തിലേക്ക്. ആരാ ജപിച്ച് പറഞ്ഞു വിടുന്നത്? നമ്മ ജപം பண்ண തൂങ്ങിരുന്നു. പക്ഷെ മഹാദേവൻ വലത്തെ ചെവിയിൽ ജപിക്കാന്ന് പറഞ്ഞാൽ ഭാഗ്യമാണോ? അല്ലേ? മഹാഭാഗ്യം, മഹോഭാഗ്യം. മഹാദേവ് കി സൗണ്ട് പോരാ. മഹാദേവ് കി. അപ്പോ എന്നിട്ടും ഭുവനേശ്വരി കൺവിൻസ് ആയില്ല. മഹാദേവൻ சிவபெருமான் ராமரை இவ்வளவு துதிச்சிட்டும் ஸ்துதி பாடிட்டும் ஆறு கன்வின்ஸ் ஆயிല്ല. புவனேஸ்வரி கன்வின்ஸ் ஆயிല്ല. ഈ സംഭാഷണം, இந்த பேச்சுவார்த்தை, உரையாடல் நடக்கிறதுக்கு நடுவுல ராமரே வந்துட்டார். அந்த வழியா ராமரே வந்துட்டார். ഉടനെ ഭുവനേശ്വരി വിചാരിച്ചോ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അവരെ ഒന്ന് ടെസ്റ്റ് பண்ணலாம். ഭുവനേശ്വരി ടക്കന്ന് മദർ സീതാദേവിയായി മാറി. ഭുവനേശ്വരി സീതയുടെ രൂപം എടുത്ത് വേഷം മാറി ராமர் முன்னாடி போனாங்க. ராமர் புவனேஸ்வரியை பார்த்துட்டு, ஜகத் மாதா, என்னையே பரிசோதனை செய்கிறீங்க എന്ന് പറഞ്ഞ് പാർവതിയുടെ പാദം തൊട്ട് വണങ്ങി. ഉടനെ ഭുവനേശ്വരിക്ക് മനസ്സിലായി ശ്രീരാമചന്ദ്രമൂർത്തി മഹാനാണ്. ശ്രീരാമചന്ദ്ര ഭഗവാന് കീ. പക്ഷെ റിട്ടേൺ മഹാദേവന്റെ അടുത്ത് വന്നപ്പോ വേഷം മാറാൻ മറന്നുപോയി. ராமரை சோதிச்சுட்டு திரும்பி வந்தாங்கல்ல, வரும்போது தவறுதலா எந்த ஃபார்ம்ல வந்துட்டாங்க? சீதா. உடனே மகாதேவன் நினைத்து ஜெகத் மாதா சீதைയുടെ പാദം തൊട്ട് വണങ്ങി. ഉടനെ ഭുവനേശ്വരി പറഞ്ഞു, പ്രഭു പ്രഭു പ്രഭു, ഞാൻ സീതയല്ല. പക്ഷേ മഹാദേവൻ പറഞ്ഞു, കാൽ തൊട്ട് நான் வணங்கியாச்சு, இனி இந்த பிறவியில மனைவியாக ஏற்றுக்கொள்ள முடியாது. ராமனை ടെസ്റ്റ് ചെയ്യാൻ പോയി ആര് തോറ്റു?
புவனேஸ்வரி. நோக்கிக்கோளு. இந்த மாதிரி பரம வைணவர்கள் கருணை கிடைக்கணும்னா சும்மா எல்லாம் கிடைக்காது. நம்ம ஏதோ ஏர் டிக்கெட் எடுத்துட்டோம் இங்க வந்து ஹரி போல் அப்படின்னு ரொம்ப ஈஸியா இருக்கு நமக்கு. அவ்வளோ ஈஸியெல்லாம் கிடைக்காது. பார்வதிக்கே மகாதேவന്റെ കൃപ കിട്ടാൻ എത്ര ജന്മം എടുക്കേണ്ടി വന്നു? ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാ. பிறவிகள் அநேகம் எடுக்க வேண்டும். அவ்வளோ ஈஸியா இதெல்லாம் புரிஞ்சுக்க முடியாது. அதுக்கப்புறம் மறுபடியும் தவம் செய்தார்கள். வீண்டும் தபஸ் செய்து பார்வதி. இப்ப ஃபர்ஸ்ட் ஏதானு சதி, பின்ன புவனேஸ்வரி, தேர்டு ഹിമവാൻ പിതാവ്, മൈനാക മേനക മദർ. പർവ്വത രാജാവിന്റെ മകളായി ജനിച്ചു പാർവതി. அப்ப இந்த ஹிமாலயத்துல போகும்போது ரெண்டு விதமான மலைகள் பார்க்கலாம். ராக்கி பிளாக் மவுண்டன்ஸ் பார்க்கலாம், கிரீனிஷ் மவுண்டன் ரெண்டும் பார்க்கலாம். ഈ ബ്ലാക്കി റോക്ക് മൗണ്ടൻ പുരുഷൻ, ഗ്രീൻ മൗണ്ടൻ സ്ത്രീ. ഹിമവാൻ മേനക അവരുടെ മകളാണ് ആര്? പാർവതി. വേറെ ആരൊക്കെ ഡോട്ടേഴ്സ് ഉണ്ട് പറയൂ? ഹിമവാനും പാർവതിക്കും ഒരു ഡോട്ടർ, ഹിമവാനും മേനകയ്ക്കും ഒരു പൊണ്ണു വന്ന് പാർവതി. വേറെ யாரெல்லாம் ഡോട്ടേഴ്സ് இருக்காங்க? കറക്റ്റ്. ആരാ പറഞ്ഞത്? ഐസ്ക്രീം ഫ്രീ ആണ്. സെക്കൻഡ് ഗംഗ. എല്ലാ ഹോളി റിവേഴ്സ് എവിടെയാ വന്നത്? ഇല്ലേ, ഓൾ ഡോട്ടേഴ്സ്. അപ്പൊ വീണ്ടും പാർവതിയായി അവതരിച്ചു. 12 വർഷകാലം കഠിനമായ തപസ്യ അനുഷ്ഠിച്ചു. വെറും പാർവതി പർണ എന്ന് പറഞ്ഞാല് എന്താ പറയാ? അപർണ, ഉടങ്ങിയ ഇല. சிவபெருமானை கணவனாக அடைவதற்காக காஞ்ச இலைய மட்டும் 12 வருஷம். നാളെ തൊട്ട് ഇവിടെ പ്രസാദം കട്ട്, ഉണങ്ങിയ ഇല മാത്രം എല്ലാവർക്കും ആരെങ്കിലും കൂടെ വരുമോ? യാത്രാവേ കട്ട്. ഇവര് ഭയങ്കര സ്മാർട്ടാണ്. ഇവിടെ ലഞ്ച് കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ദോഹയിൽ നിന്ന് പൊതിയും കൊണ്ടുവന്ന ആൾക്കാർ. ഖത്തറിൽ നിന്ന് ചോറ കിട്ടി. ശിവപെരുമാനല്ല സെക്കൻഡറി. ഏത് ഫസ്റ്റ്? சாப்பாடு ஃபர்ஸ்ட். அதனால சும்மா கதை விடாதீங்க. அப்போ பார்வதி அதிகடினமாய தபஸ்ய இருந்தது. 12 years 12 வருட காலம் தபம் செய்து சிவபெருமானை கணவனாக அடைஞ்சு ஒரே ஒரு ரெக்வெஸ்ட் എന്താണ് പാർവതി ചോദിച്ചു? അതൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ഫസ്റ്റ് ഡേ மேரேஜிന്റെ ஃபர்ஸ்ட் டே, முதல் நாள் இந்த கல்யாணம் நடந்தது எங்கன்னா ത്രിയുഗി നാരായൺ. நீங்க கேதார்நாத் போற வழி ஓர்மையுண்டோ? அവിടെയാണ് விவாகம். அன்னைக்கு மட்டும்தான் அவர் ஆர்னமெண்ட்ஸ் எல்லாம் போட்டு டெக்கரேட் பண்ணியிருக்கார் சிவபெருமான். ബാക്കി എല്ലാ ദിവസവും എന്താണ്? മര ഊരി தான் ആടை, ആഭരണം, നഗൈകൾ, ഓർണമെന്റ്സ് ഒക്കെ എന്താണ്? പാമ്പും തേളും പല്ലിയും ഇതൊക്കെയാണ്. ആ ഒറ്റ ദിവസം മാത്രമാണ് മഹാദേവൻ കല്യാണ സുന്ദരേശ്വർ. മധുരൈ മീനാക്ഷി പോയിട്ടുണ്ടോ? കല്യാണം സോ ഹാൻസം. നെറ്റിയെല്ലാം വിടർന്ന് മാറും, ഉയർന്ന് കണ്ണുകൾ ചെവി വരെ. അങ്ങനെ തൃശൂലം പിടിച്ചു വന്നപ്പോ പാർവതി നാണം കൊണ്ട് മുഖം ചുവന്നു. வெக்கத்துல முகம் சிவந்துட்டாங்க. யாரு? பார்வதி. பகவான் கேட்டாரு, இப்ப பிடிச்சுதா? நல்லா இருக்கு, அந்த திரிசூலத்தை மாத்தி வச்சுட்டு வர சொல்லுங்க. അതെന്തിനാ പോകുന്ന സ്ഥലത്തൊക്കെ കല്യാണത്തിന്റെ? അതെന്തിനാ? അപ്പൊ അന്ന് ഫസ്റ്റ് ഡേ പാർവതി ചോദിച്ചു, പ്രഭു ഞാൻ എന്തെല്ലാമോ ടൈപ്പ് മാല കണ്ടിട്ടുണ്ട്. പൂമാല പാത്തിരിക്കേ, സന്തനമാല, രത്നമാല, രുദ്രാക്ഷമാല, തുളസിമാല, നവരത്നം, എന്നെല്ലാമോ. ഇതെന്നെ പൂര സ്കല്ല്, മണ്ടയോട് തലയോട്ടി കൊണ്ടൊരു മാല, ഇതെന്താണിത്? ഉടനെ മഹാദേവൻ പറഞ്ഞു, ദേവി ഇതെല്ലാം ഉന്നോടെ തല. പാർവതി ചോദിച്ചു, എന്റെ തലയാ? ഓരോ ജന്മത്തിലും എന്നെ ഭർത്താവായി കിട്ടണമെന്ന് നീ തപസ്സിയിരിക്കും. ആനാ നടക്കാമ പോയിടും. നീ അഴുതുകിട്ടേ വിരഹത്തിലെ ഉടല വിടുവ. ഓരോ പിറവിയിലും அந்த ஞாபகார்த்தமா இதெல்லாம்
എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാർവതിക്ക് ഭയങ്കര ഇമോഷൻ, കണ്ണൊക്കെ നിറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഭു അതെന്താ ഞാൻ മാത്രം മരിച്ച നിങ്ങൾ മരിക്കാത്ത? நான் மட்டும் நிரந்தரமா இறந்துகிட்டே இருக்கு, நீங்க ஏன் இறக்கல? മഹാദേവൻ പറഞ്ഞു, നിത്യം ഭാഗവതം. ആരുടെ നാവിന്റെ തുമ്പിൽ രാമനാമം നിരന്തരമുണ്ടോ, ആരാണോ സദാസമയം ഭാഗവതത്തിനെ ശരണം പ്രാപിച്ചിരിക്കുന്നത്, അവർക്ക് ഭൗതിക ലോകത്തിൽ എന്തില്ല? മരണമേ. സോ ഒരേ ഒരു റിക്വസ്റ്റ് பார்வதி പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട. என்ன ஃபர்ஸ்ட் பார்வதி கேட்டாங்க, எனக்கு இந்த மாதிரி குகைக்குள்ள காட்டுக்குள்ளெல்லாம் வந்து தங்க முடியாது, ഈ ഗുഹയ്ക്ക് എനിക്കൊരു വീട് വേണം. അതൊരു വലിയ കഥ, அது நாளைக்கு சொல்றேன். அந்த வீடு கட்டின கதை, சிவபெருமான் ஒரே ஒரு வீடு தான் கட்டினார். அந்த கதை நாளைக்கு சொல்றேன். எவ்வளவு பேருக்கு சொந்தமா வீடு கட்டி இருக்கீங்க? எல்லாருமே. டுவர்ட்ஸ் த எண்ட், அந்த கடைசியா முடிஞ்சா போதும் அப்படின்னு ஆயிருந்தா இல்ல, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാ മതി. മഹാദേവനും അതിന് ഒരേ ഒരു വീടെ കെട്ടിനാർ. അപ്പുറം സബദം എടുത്തിട്ടാണ് ഇനി ഞാൻ വീടേ കട്ടണം. അപ്പൊ നാളെ പറയാം മഹാദേവൻ വീട് കെട്ടിയ ലീല. പാർവതി ചോദിച്ച ഒരേ ഒരു റിക്വസ്റ്റ് എന്താണ്? ആരുടെ ഡിസ്റ്റർബൻസും ഇല്ലാതെ, ഒരു ശല്യം, ഒരു ഇടഞ്ചലില്ലാതെ എന്റെ കൂടെ കുറച്ച് ദിവസം, ഇത്ര അനേകം ജന്മം ഞാൻ തപസ്യ ചെയ്തില്ലേ, ഒരു ഷോർട്ട് ടൈം என் கூட இருக்கணும் அப்படின்னு சொன்ன உடனே சிவபெருமான் சம்மதித்து காளையின் உருவத்தை எடுத்து, பார்வதி பசுமாடு, சிவபெருமான் காளையிட உருவம் எடுத்து இந்த ஹிமாலயத்துக்கு உள்ள போய் கொஞ்ச நாள் பிரைவேட்டா ஸ்പെൻഡ് பண்ண. മനസ്സിലായോ? കുറച്ചു കാലം അവര് ഈ ഹിമാലയ പർവ്വതത്തിന്റെ അടിയിൽ ചെന്നിട്ട് ആരുടെ ശല്യവും ഇല്ലാതെ, ആരുടെ കൂടെ? மகாதேவனும் பார்வதியும். என்ன உருவம்? விட்டாங்களா பக்தர்கள்? பாண்டவர்கள் வந்துட்டாங்க. പാണ്ഡവർ ഇവിടെ വന്ന് അതിനേക്കാളും കഠിനമായ തപസ്യ. എന്താണ്? മഹാദേവൻ ദർശനം തന്നേ പറ്റൂ. അവര് പാണ്ഡവർ ഇവിടെ വന്ന് മഹാദേവനെ കാണാനായിട്ട് അതികഠിനമായ തപസ്യ എടുത്തപ്പോ മഹാദേവന്റെ തല മാത്രം പുറത്തു വന്നു. മഹാദേവനുடைய சிரசு, தலை மட்டும் மேல வந்தது. அதுதான் யாரு? പശുപതിനാഥ്. അതുകൊണ്ട് ഇവിടെ മാത്രമേ മഹാദേവൻ എന്തുള്ളൂ? രൂപം, ഫോം ഉള്ളൂ. ബാക്കി ഭൂമി മുഴുവനും മഹാദേവൻ എന്താണ്? ശിവലിംഗം, ലിംഗം, ഫോം അല്ലേ. ഇവിടെ മാത്രം 5 തല, ഇവിടെ മാത്രം. ഹംപ്, തല മേല വന്നത് പശുപതിനാഥ്. காளைக்கு ஹம்ப் இருக்கும்ல, அது என்ன சொல்லுவாங்க தமிழ்ல? திமிரா? മലയാളത്തിൽ എന്ത് പറയും? ഹംപ്. ബാക്കിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ലേ? ഓക്കെ, അത് ഉയർന്നു വന്നതാണ് കേദാർനാഥ്. ശിരസ് വന്നത് പശുപതിനാഥ്, ഹംപ് വന്നത് കേദാർ. അത് കാരണം പശുപതിനാഥും കേദാർനാഥും ചേർന്നാൽ ഒരു ജ്യോതിർലിംഗം. മൊത്തം മഹാദേവന്റെ നിത്യസ്ഥാനം. மகாதேவ சிவபெருமான் 12 இடங்கள்ல சாஸ்வதமாக இருக்கிறாரு ஜோதிர்லிங்கம். நாராயணர் 108 இடத்துல இருக்கிறது வந்து திவ்ய தேசம். துர்கா 11 இடத்துல இருக்கிறது வந்து சக்தி பீடம். ഇത്രയും സ്ഥലമേ ഉള്ളൂ. നാരായണർ 108 ദിവ്യ ദേശം, ശിവപെരുമാൻ 12 ജ്യോതിർലിംഗം, ദുർഗ 11 ശക്തിപീഠം. അതിന് മുഖം വന്ന സ്ഥലമാണ് പശുപതിനാഥ്. അപ്പൊ അതിന് പല അർത്ഥമുണ്ട്. പശു എന്ന് വെച്ചാല് മലയാളത്തിൽ പശു, പശുന മാട്, വിലങ്ങുകൾ, അനിമൽസ്. പശു എന്ന് വെച്ചാൽ അനിമൽസ്. പശു എന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റ്. പശു എന്ന് വെച്ചാൽ പാപം. സംസ്കൃതത്തിൽ പശു എന്ന വാക്കിന് ഇത് കേട്ടിട്ടില്ലേ? യമന്റെ കയ്യിലുള്ള കയർ, യമനുடைய கயிறுக்கு பேர் என்ன? பாசம். அதனாலதான் தமிழ்ல பாசம், பாசத்தால கட்டிட்டாங்கன்னு சொல்லுவாங்கல்ல. அவ்வளவுதான், மாட்டிக்கிட்டீங்க, அப்புறம் எந்திரிக்கவே முடியாது. பாசத்தால மாட்டுனீங்க, அப்புறம் மேல வரவே முடியாது. യമന്റെ കയറിന്റെ പേരാണ് എന്താണ്? പാശം.
സോ ഇവിടെ മഹാദേവനെ പാണ്ഡവരെന്താ പ്രാർത്ഥിച്ചത്? ഞങ്ങളുടെ സർവത്ര ബന്ധനവും ഇല്ലാണ്ടാകും. പാണ്ഡവർ என்ன பிரார்த்தனை செய்தாங்க? இந்த உலகத்துல எங்களுடைய കംപ്ലീറ്റ് അറ്റാച്ച്മെന്റും ഇല്ലാമാകണം എല്ലാം. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേപ്പാളിന്റെ പ്രധാന മൂർത്തിയാണ് ആര്? പശുപതിനാഥ്. പിന്നെ ഭഗവാൻ വന്ന് സ്ഥലം പിടിച്ചെടുത്തു. ഏതാണ്? മുക്തിനാഥ്. അപ്പുറം ഭഗവാൻ വന്ന് മെതുവ പിടിച്ചെടുത്തിട്ടാണ്. ഒറിജിനൽ, അതായത് മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ഉലകത്തിലെ എല്ലാ പുണ്യ സ്ഥലവും മഹാദേവന്റെ ഇതിലായിരുന്നു. പിന്നെ ഭഗവാൻ വന്ന് ഓരോന്നായിട്ട് പിടിച്ചെടുത്തു. മഹാദേവ് കി. അപ്പോ പാണ്ഡവർ വന്നു, ആദിശങ്കരാചാര്യർ വന്നു, വിരക്ക വന്നു. എങ്ങനെയാണോ ബദ്രിനാഥില് പൂജാരിമാരാരാണ്? ആര് പൂജ പண்றாங்க ബദ്രിനാഥില്? റാവൽജി, കേരള. അതേപോലെ ബട്ട് ഉടുപ്പിക്കാരാണ് ഇവിടെയും പൂജ ചെയ്യുന്നത്. കാലങ്ങളായിട്ട് ഉടുപ്പിയിലുള്ള ബട്ട്, ഉടുപ്പി ബ്രാഹ്മണർ രണ്ട് കാര്യത്തിന് ഫേമസ് ആണ്. എന്താണ്? രണ്ട് വിഷയத்துக்கு ഉടുപ്പിക്കാരங்க ரொம்ப ഫേമസ്. என்ன? ഉടുപ്പി ബ്രാഹ്മൺ ഹോട്ടൽ பார்த்திருக்கீங்களா? ഉടുപ്പി ബ്രാഹ്മണ ഹോട്ടൽ. രണ്ടാമത്തത് ഭഗവാന്റെ പൂജ. എന്തുകൊണ്ട് ഉടുപ്പി ബ്രാഹ്മണസ് ഇത്ര ഫേമസ് ആയി എന്നറിയാമോ? ഇത് ഉടുപ്പി ബ്രാഹ്മണർ പറയുന്ന കഥയാണ്, മഹാഭാരതത്തിലില്ല. யார் சொல்ற கதை? அவங்களே சொல்லிக்கிறாங்க. ஆனா நல்லா இருக்கு கதை. என்ன கதைன்னா, மகாபாரத யுத்த நேரத்துல செஃப்பா இவங்களதான் பகவான் கூட்டிட்டு போனாராம். മഹാഭാരത യുദ്ധം നടന്നപ്പോ പാചകത്തിന് ആരെ കൊണ്ടുപോയി? ഫസ്റ്റ് ഡേ യുദ്ധത്തിൽ 18 അക്ഷഗൗണി, 12 അക്ഷഗൗണി, 12 മഹാരഥി അതിരഥി, 6 മഹാരഥി അതിരഥി, കോടാനുകോടി ജനങ്ങൾ. இவ்வளவு சோல்ஜர்ஸ்க்கும் யார் சாப்பாடு பண்ணாங்க? உடுப்பி பிராமணா. ஆனா ஒரு நாளைக்கும் crores of people were killed in the battle. ഡെയിലി നൈറ്റ് ആകുമ്പോൾ 3 കോടി ഫസ്റ്റ് ഡേ വാറില്. രണ്ടാമത്തെ ദിവസം യുദ്ധത്തിൽ 5 കോടി. എത്ര കോടിയാ മരിക്കുന്നത്? അപ്പൊ ഈ ബ്രാഹ്മണർക്ക് സങ്കടം, ചെയ്ത ചോറ് വേസ്റ്റ് ആയി. ആദ്യം ഇത്ര ഉണ്ടാക്കിയില്ലേ, 18 നാളില് ഡെയിലി കട്ട് 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 കട്ട്. ഉടനെ ഈ ബ്രാഹ്മണന്, ഇത് അവര് പറയുന്ന കഥയാണ് കേട്ടോ, ഇത് മഹാഭാരതത്തിൽ இந்த கதை யார் சொல்றாங்க? பகவான் கிட்ட கேட்ட உடனே டெய்லி பகவான் ஒரு பிடி அரிசி எடுத்து கொடுப்பாராம் அந்த செஃப்க்கு. தட் இன்டு சர்டன் நம்பர் குக் பண்ணா கரெக்டா இருக்குமா. பகவான் அறியாம் இன்னும் எத்தனை பேர் மரிக்கும், ஒரு நாளைக்கு எவ்வளவு பேர் உயிரை விட போறாங்க. எல்லாமே ஆட்டி படைக்கிறவர் யாரு? അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങത്തില്ല. ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ കി. You came late. You bring your father, stand on the bench. Where is your son? Prabhu's son. Oh, sorry, I got confused. Please, please. You came just now? Okay, okay. Welcome to Nepal. So, എവിടെ നിർത്തി? അപ്പൊ ദിവസവും ഭഗവാൻ എന്ത് ചെയ്യും? ഉടുപ്പി ബ്രാഹ്മണർക്ക് ഒരു പിടി അരി കൊടുക്കും. ദാറ്റ് മൾട്ടിപ്ലൈഡ് ഇൻ ടു സർട്ടൻ നമ്പേഴ്സ്. അത്രയും ചെയ്യുമ്പോൾ കറക്റ്റ് അത്ര ആൾക്കാർ. ഭഗവാൻ അറിയാം എന്നും എത്ര പേരാണ് മരിക്കുന്നത്. 18ാമത്തെ ദിവസം കഴിഞ്ഞപ്പോ ഇവര് ചോദിച്ചു, പാണ്ഡവർക്ക് എത്ര, കൗരവർക്ക് എത്ര? ഉടനെ ഭഗവാൻ പാണ്ഡവർക്ക് ഒരു നുള്ളരി, ഒരു വിരല ഇരിക്കുന്ന கொஞ்சம் அரிசி கொடுத்தார். கௌரவர்களுக்கு 3 அரிசியை கொடுத்துட்டு பகவான் என்ன பண்ணார்? திருப்பி எடுத்து வாயில போட்டார். கடைசி நாள் പാണ്ഡവർക്ക് സ്മോൾ നമ്പർ, കൗരവർക്ക് 3 അരി കൊടുത്തിട്ട് എന്ത് ചെയ്തു? അതിനെയും തിരിച്ചെടുത്ത് കുക്കിന് മനസ്സിലായി കൗരവരില് ഇനി ആരും ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഉടുപ്പി ബ്രാഹ്മിൻസ് ഭയങ്കര ഫേമസ്. എത്ര പേര് ഉടുപ്പി ബ്രാഹ്മിൻ ഹോട്ടലിൽ കഴിച്ചിട്ടുണ്ട്? എല്ലാവരും. ഇത് അവരവകാശപ്പെടുന്ന ഒരു കഥയാണ്. മേ ബി ട്രൂ, മേ നോട്ട് ബി ട്രൂ. സോ
ആ ഉടുപ്പി ബ്രാഹ്മൺസ് ആണ്, അവര് തന്നെയാണ് ആരെ വർഷിപ്പ് ചെയ്യുന്നത്, ആരുടെ പൂജ ചെയ്യുന്നത്? പശുപതിനാഥ് തലമുറകളായിട്ട് ആ ഉടുപ്പി ബ്രാഹ്മൺസ് ആണ് ചെയ്യുന്നത്. മഹാദേവ് കി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ അടുത്തത് ഈ പശുപതിനാഥിന്റെ തൊട്ട് പുറകെ തന്നെ സതിയുടെ ദക്ഷയാഗത്തിൽ സതി ദേഹത്യാഗം ചെയ്തത് എല്ലാവർക്കും അറിയാമല്ലോ. ഫ്രം ഭാഗവതം എല്ലാവർക്കും തെരിയും. സതി ഉயிரை விட்டாங்க. சிவபெருமான் சொன்னாரு அந்த யாகத்துக்கு போகக்கூடாது அப்படின்னு சொன்னார். அதாவது ஆன்மீகமா நம்ம எப்பவுமே யாராவது ஒரு 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 மார்க்க நிர்தேஷி, ஒரு கைடு ஆன்மீக வாழ்க்கையில வேணும். സ്പിരിച്വൽ ലൈഫിൽ എപ്പോഴും നമുക്കൊരു ഗുരു, ഒരു ടീച്ചർ വേണം. എളിമ ഭക്തിയിൽ വളരെ അത്യാവശ്യമാണ്. ശ്രീബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹേർട്ട് ആവുന്നില്ലേ? നമ്മളെല്ലാം ഹേർട്ട് ആവില്ലേ ലൈഫില്? யார் உங்களை ஹர்ட் பண்றாங்க அப்படின்றதுக்கு புத்தர் ஆன்சர் சொன்னாரு, உங்களை ஹர்ட் பண்ற எனிமீஸே கிடையாது இந்த உலகத்துல. നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ശത്രുവേ ഭൂമിയിലില്ല. യുവർ എക്സ്പെക്ടേഷൻസ് ആർ യുവർ എനിമീസ്. നമ്മുടെ ശത്രു ആരാണ്? നമ്മുടെ പ്രതീക്ഷ, എതിർபார்ப்புകൾ. அவர் அப்படி இவர் இப்படி அவர் அப்படி, அவ்வளவுதான். அவர் அப்படியே கிடையாது, பொச்சு இல்லையா? எதிர்பார்ப்புகள் தான் உங்கள் எதிரி. എക്സ്പെക്ടേഷൻസ് ആർ യുവർ എനിമി. സതി ഡിസൈഡ് ചെയ്തു. സതിക്ക് 10-15 സിസ്റ്റേഴ്സാ, ഒരുപാട് அக்கா தங்கைகள், சகோதரிகள். அவங்க எல்லாம் அவர்களுடைய கணவரோட போறாங்க. தக்ஷயாக விமானத்துல டெக்கரேட் பண்ணி ட்ரெஸ் பண்ணி அவ்வளோ அழகா எல்லாரும் പോകുന്നുണ്ട്. ഞങ്ങൾ 30 വർഷമായിട്ട് ഒരേ കളറാണ്. 30 years சேம் கலர். நீங்கெல்லாம் அப்படியா? எல்லாரும் கலர்ஃபுல்லா. யோசிச்சு பாருங்க, 50 years ஒரே கலர் போடணும்னா போடுவீங்களா? கஷ்டம். அதனால நாங்க ஏதோ கனவுல வேற வேற கலர்லாம் போட்டுக்குவோம். ஆனா ரியல்ல இதுதான் ஒரே கலர். ഇപ്പൊ പാർവതി സതി കണ്ടപ്പോ സഹോദരിമാരെല്ലാം ആഭരണഭൂഷിതയായി அவ்வளவு அலங்காரமா போறாங்க. உடனே போய் கேட்டாங்க, என் அக்கா தங்கைகள் எல்லாம் போறாங்க, எங்க அப்பா பெரிய யாகம், லோக கல்யாணார்த்தம் மகா யாகம் നടത്തുന്നു, ഞാൻ പോയിക്കോട്ടെ? മഹാദേവൻ പറഞ്ഞു, നോ, പോണ്ട. ഉടനെ അടുത്തത് സതി പറഞ്ഞു, അല്ല, ഞാൻ അവിടെ പോയി ടെസ്റ്റ് ചെയ്യാം, யஜ்ஞவிகிதம் யாகத்துல உங்களுக்கு பங்கு வச்சிருக்காங்களான்னு நான் போய் டெஸ்ட் பண்றேன். சிவபெருமான் நோ. അടുത്ത പാർവതി പറഞ്ഞു, സതി, അതായത് ഒരു പത്നി നല്ല ഡെക്കറേഷൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പോയാൽ ഹസ്ബൻഡിനും ഒരു പ്രസ്റ്റീജ് അല്ലേ, ഞാൻ പോട്ടെ. മഹാദേവൻ പറഞ്ഞു, വേണ്ട. സതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മഹാദേവൻ എന്ത് പറയുന്നു? വേണ്ട, പോകக்கூடாது. കടസിയിലെ ഞാൻ പോവേ. ശരി പോ. വാശി പിടിച്ചപ്പോ എന്നിട്ടും എന്ത് ചെയ്തു? നന്ദികേശനെ വിളിച്ചു, നീയും കൂടെ പോ. அதாவது ஒரு முறை ஒரு குரு சொன்னாரு, லைஃப்ல சக்சஸ்னா சீக்ரெட் என்னன்னா காம்ப்ரமைஸ். மலையாளத்துல இருந்து പറയും விட்டு வீழ்ச்சி, விட்டு கொடுக்கிறது. நல்ல அழகான குடும்ப வாழ்க்கைக்கு 3 ரகசியம். குடும்ப வாழ்க்கைன்னு இல்லை, ஆன்மீக வாழ்க்கையும் அப்படித்தான். 3 ரகசியம். என்னது? விட்டு கொடுக்கணும், செகண்ட் விட்டு கொடுக்கணும், தேர்ட்
എല്ലാരും മാരീഡ് അല്ലേ, എല്ലാരും കല്യാണം കഴിഞ്ഞവരല്ലേ. മാരീഡ് ലൈഫിൽ എത്ര പേരാ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? 2 കൈ. എല്ലാരും കോംപ്രമൈസ് ഇല്ലേ? അതാണ് ലൈഫിന്റെ സീക്രട്ട്. ഇതെങ്ങനെയെന്ന് വെച്ചാല് ഒരു കയർ ഇങ്ങനെ നോട്ടിടും, കട്ടിട്ട് 2 പേരും ഒരു കയർ 2 സൈഡை பிடிச்சி இழுப்பாங்க. அந்த கட்டை கழட்ட முடியுமா? കെട്ടിയിട്ട് 2 വലി ടൈറ്റാ. എല്ലാവർക്കും അറിയാം, പക്ഷെ ലൈഫിൽ വിട്ടുകൊടുക്കില്ല. ഇത് ലൂസാക്കണം. ഇതിന്റെ കട്ട കഴട്ടணும்னா என்ன பண்ணணும்? ആരെങ്കിലും ഒരാള് വിടണം. വിട്ട് കുനിഞ്ഞ് അതിന്റെ ഇടയിൽ കൂടെ തിരിച്ചു പോയാൽ ഇത് 2 വിടോ? 2 സൈഡ് പിടിച്ച് ഇழுக்க வேண்டியது. எப்படி எவ்வளவு கட்டு போட்டிருக்கீங்க? போடவே இல்லையா? பாட்டி விட்டாரு. ലൈഫ് അതാണ്, വിട്ടു കൊടുക്കുക, അഡ്ജസ്റ്റ്. പക്ഷെ പാർവ സതി പറഞ്ഞു ഇല്ല, അത് ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇത് കോപ്പി ചെയ്ത് വീട്ടിൽ പോയിട്ട് സതിയെ എങ്ങനെയാണ് ഞാൻ അങ്ങനെ ആർഗ്യൂ ചെയ്യരുത്. അതൊരു ലൈഫ് ലെസൺ. മഹാദേവന്റെ മഹിമ ലോകത്തിന് അറിയാൻ വേണ്ടി சிவபெருமானுடையது தெரியறதுக்காக பார்வதி தன்னையே அழித்து கொண்டார். எப்படின்னா ஒரு ചന്ദനക്കട്ടയില്ലേ, ഇത് ഉരയ്ക്കും തോറും എല്ലാവർക്കും സുഗന്ധം കിട്ടും. പക്ഷെ സന്തനத்துக்கு എന്നാകും? വലിക്കുമാ? അളിഞ്ചു പോയി. സന്തനക്കട്ട പിന്നെ ഉണ്ടാവില്ല, പക്ഷെ എല്ലാവർക്കും സുഗന്ധം കിട്ടി അല്ലേ? അതാണ് ശരിക്കും ഉയർന്ന ആൾക്കാരുടെ ജീവിതം. അവര് സ്വയം സാക്രിഫൈസ് ചെയ്ത് ലോകത്ത്. സോ സതി ഉടൽ ദേഹത്യാഗം ചെയ്തപ്പോ 54 സ്ഥലത്ത് സതിയുടെ ദേഹം വന്ന് വീണു. 54 இடத்துல அவங்களுடைய உடல் உறுப்புகள் வந்து വീഴ്ந்தது. ഹാർട്ട്, ഹൃദയം വീണ സ്ഥലമാണ് കാശിയിൽ മണികർണികാ കടവ്. കേട്ടിട്ടുണ്ടോ മണികർണികാ ഘാട്ട്? ചൈതന്യ മഹാപ്രഭു கீர்த்தனலாம் பண்ணாருங்க. காசி விஸ்வநாதர் ഫ്രണ്ടിലേ இருக்கு മണികർണികാ ഘാട്ട്. അവിടെയാണ് എന്ത് വീണത്? സതിയുടെ ഹൃദയം. ഇവിടെ സതിയുടെ വേറെ ശരീരഭാഗം വീണതാണ്. ഓക്കെ, ഹരേ